ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു ഫ്രൈഡ് വെണ്ടയ്ക്കയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫ്രൈഡ് വെണ്ടയ്ക്ക തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 200 ഗ്രാം അളവിലാണ് വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇളം വെണ്ടയ്ക്കയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ 2 സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. വെണ്ടയ്ക്കയുടെ 2 സൈഡും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇത് 4ആയിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ചേർക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിലെ ചെറിയ ചെറിയ സീഡ്സൊക്കെ ഒന്ന് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ വെച്ചിരിക്കാം. ഞാനിപ്പോൾ എന്തായാലും മാറ്റുന്നില്ല. ഈ ഒരു രീതിയിലാണ് ഇതെല്ലാം അരിഞ്ഞെടുക്കുന്നത്. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം അരിഞ്ഞെടുക്കാം. നമ്മുടെ വെണ്ടയ്ക്കയെല്ലാം ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് വലിയ വെണ്ടയ്ക്കയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ചെറിയ വെണ്ടയ്ക്ക ആയതിൻ്റെ പേരിലാണ് അതങ്ങനെ മുഴുവനെ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മസാല പൊടികളും കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഒരു 3/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ അത് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഗരം മസാലയുടെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയേക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പകുതി അളവിൽ ചെറിയൊരു നാരങ്ങയുടെ ജ്യൂസ് കൂടിയാണ്. അപ്പോൾ ഈ നാരങ്ങ നീര് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ നമ്മുടെ ഈ വെണ്ടയ്ക്കയ്ക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മസാലയും അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങ നീരൊക്കെ നന്നായിട്ട് ഈ വെണ്ടയ്ക്കയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ബാക്കി മാവും കൂടിയാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ കടലമാവ് എടുത്തിട്ടുള്ളത്. ഈ കടലമാവിന് പകരം നമുക്ക് ഇതിലേക്ക് സാധാരണ നമ്മൾ പൊട്ടുകടല ഉണ്ടല്ലോ, ആ പൊട്ടുകടല നന്നായിട്ട് പൊടിച്ചിട്ട് ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിലെടുത്താലും മതിയാവും. നമുക്ക് എത്രത്തോളം മാവ് വേണോ അതിനനുസരിച്ചിട്ട് പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ 1/4 കപ്പ് അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. കൂടെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നമുക്ക് അധികം വേണ്ട, ഈ ഒരു അളവിൽ മാത്രം മതിയാവും. ഇനി നമുക്ക് വീണ്ടും ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെണ്ടയ്ക്കയുടെ എല്ലാ സൈഡിലും നന്നായിട്ട് മാവ് ചേരുന്നത് പോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഒരല്പം വെള്ളം തെളിച്ചിട്ട് നമ്മൾ വീണ്ടും ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഫസ്റ്റിലെ നമ്മളിതിപ്പോൾ വെള്ളം കുഴച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നതെങ്കിൽ ആ മാവെല്ലാം കട്ടക്കട്ടയായിട്ട് അവിടെ എവിടെയായിട്ട് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഒരു 5-10 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അത്രയും സമയം കൊണ്ട് നമ്മുടെ മസാല എല്ലാം നല്ലതുപോലെ നമ്മുടെ വെണ്ടയ്ക്കയിൽ പിടിച്ചിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഓയിലിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് അല്പം കൂടി കുറച്ച് വേണം നമ്മളിത് വെക്കാനായിട്ട്. ഒരുപാട് കൂട്ടി ഫ്ലെയിം വെക്കരുത്. അതിന് ശേഷം നമ്മുടെ ഓരോ വെണ്ടയ്ക്കായിട്ട് ഇട്ട് കൊടുക്കാം.
എണ്ണയിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. ചെറുതായിട്ട് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ തിരിച്ചിടാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ മാവെല്ലാം കൂടി നമ്മുടെ എണ്ണയിലേക്ക് തെറിച്ച് പോകും. അപ്പോൾ അതിൻ്റെ പേരിലാണ് നല്ല രീതിയിൽ ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയി തുടങ്ങുമ്പോൾ മാത്രം നമുക്ക് ഇത് ഇളക്കിയിട്ട് കൊടുക്കാം. ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിത് ഇളക്കിയിട്ട് കൊടുക്കാം. ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മാത്രം മതിയാവും. ഒരുപാട് സമയത്ത് നമ്മൾ ഇളക്കരുത്, എങ്കിൽ പിന്നെ ഈ മാവൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ നല്ല രീതിയിൽ ക്രിസ്പി ആയതിനു ശേഷം മാത്രമേ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം നമ്മൾ നന്നായിട്ടൊന്ന് കൂട്ടി വെക്കാൻ നിൽക്കരുത്. കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പുറം ഭാഗം മാത്രം കളർ മാറിയിട്ട് അകം വേകാതെ കിട്ടും. അപ്പോൾ അങ്ങനെയല്ല നമുക്കിത് വേണ്ടത്. നല്ല ക്രിസ്പി ആയിട്ട് വേണം നമുക്കിത് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. പിന്നീട് നമ്മൾ വീണ്ടും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലതുപോലെ കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ ഇതെന്ത് മാത്രം ക്രിസ്പി ആയിട്ടുണ്ടായിരിക്കും എന്ന്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ സൈഡായിട്ട് വെച്ച് നമുക്ക് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് വെറുതെയും കഴിക്കാവുന്നേ ഉള്ളൂ. വെറുതെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. നല്ലൊരു ചൂട് ചായയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ വീട്ടിൽ വെണ്ടയ്ക്കൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ ഇനി ബാക്കി നമുക്ക് കുറച്ചുകൂടി ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും എനിക്ക് മറക്കാതെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിച്ചേക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.